അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജിന് പോകുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുന്ന സ്ഥലങ്ങളും സന്ദർഭങ്ങളും. ഫർള് നിസ്കരിച്ച ഉടനെ രാത്രിയുടെ രണ്ടാം യാമത്തിൽ കഅബയുടെ അകത്ത് സംസം കിണറിനു സമീപം സഫ മർവ പർവ്വതങ്ങളിൽ സഅയ് നടക്കുന്ന സ്ഥലം, അറഫയിൽ, മുസ്ദലിഫയിൽ, റമളാനിലെ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി, ജുമുഅ ദിനത്തിലെ പ്രത്യേക സമയം, ഇമാം മിമ്പറിൽ ഇരുന്നതു മുതൽ നിസ്കാരം അവസാനിക്കുന്നത് വരെ, വ്യാഴാഴ്ച രാത്രി, വെള്ളിയാഴ്ച രാവ്, ബാങ്കിനും ഇഖാമത്തിനും ഇടയ്ക്ക്, നോമ്പ് തുറക്കുന്ന സമയം, ഖുർആൻ പാരായണത്തിന് ശേഷം, ഖുർആൻ മുഴുവൻ ഒരാവർത്തി പാരായണം ചെയ്തു കഴിഞ്ഞാൽ, നിസ്കാരത്തിൽ ഇമാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ. ഇത്തരം സ്ഥലങ്ങളും സന്ദർഭങ്ങളും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന അവസരങ്ങളാണ്. താഴ്മയോടുകൂടിയും രഹസ്യമായും നിങ്ങളുടെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിശ്ചയം അതിക്രമകാരികളെ അവൻ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. വിശുദ്ധ സ്ഥലങ്ങളിൽ ചൊല്ലേണ്ട പ്രാർത്ഥന. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ വആഫിനാ വഅഫു അന്നാ. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ വഅഹ്യിനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ ഇന്നി ഔദഅതു ഹാദൽ മഹല്ല ശരീഫ മിൻ യൗമിനാ ഹാദാ ഇലാ യൗമിൽ ഖിയാമത്തി. സ്വീകരിക്കുകയും ഞങ്ങളെ ആരോഗ്യവാന്മാരാക്കുകയും ഞങ്ങൾക്ക് മാപ്പരുളുകയും ചെയ്യണമേ. അല്ലാഹുവേ, അല്ലാഹു ഞങ്ങളെ മുസ്ലിംകളായി മരിപ്പിക്കുകയും മുസ്ലിംകളായി ജീവിപ്പിക്കുകയും നല്ലവരോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, ഈ പുണ്യസ്ഥലം ഞങ്ങളുടെ ഇന്നത്തെ ദിവസം മുതൽ അന്ത്യനാൾ വരെ ആത്മാർത്ഥമായും തുറന്ന മനസ്സോടെയും ഞാൻ സൂക്ഷിച്ചു സ്വത്തായി സ്വീകരിച്ചു. തീർച്ചയായും അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് നിശ്ചയം. മുഹമ്മദ് അത്ലുബു വസ്രിഫ് അന്നി കുല്ല ശർരിൻ റബ്ബിശ്റഹ് ലി സ്വദ്രി വനവ്വിർ ഖൽബി വയസ്സിർ ലി അംരി. അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅസ്തൗദിഉക നഫ്സി വദീനി വഅഹ്ലി വഖാരിബി വകുല്ലമാ അൻഅംത ബിഹി അലയ്യ വഅലൈഹിം മിൻ ആഖിറത്തിൻ വദുനിയാ വഹ്ഫദ്നാ അജ്മഈന മിൻ കുല്ലി സൂഇൻ യാ കരീം. അല്ലാഹുവേ, അല്ലാഹുവിനോട് ഞാൻ സഹായം തേടുന്നു. അല്ലാഹുവിൻ്റെ മേൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവേ, എൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എനിക്ക് എളുപ്പമാക്കി തരികയും എൻ്റെ യാത്രയിലെ പ്രയാസങ്ങളെ എനിക്ക് ലഘൂകരിച്ചു തരികയും ആവശ്യപ്പെടുന്നതിൽ കൂടുതൽ നന്മ എനിക്ക് നൽകുകയും എളുപ്പമാക്കി തരികയും ചെയ്യണമേ. അല്ലാഹുവേ, എന്നെയും എൻ്റെ മതത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ബന്ധുക്കളെയും എനിക്ക് അവർക്കും ഇരുലോകത്തും അല്ലാഹു അനുഗ്രഹിച്ചേകിയ എല്ലാ വസ്തുക്കളെയും കാക്കുവാനും സൂക്ഷിക്കുവാനും ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് അത്യുദാരനായ അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും എല്ലാ തിന്മകളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കണമേ. ആമീൻ. ബന്ധുജനങ്ങളോട് യാത്ര ചോദിക്കുമ്പോൾ ഇരുകൂട്ടരും പറയേണ്ടുന്ന പ്രാർത്ഥന. അസ്തൗദിഉ അല്ലാഹ ദീനക വഅമാനതക വഖവാതീമ അമലിക. അസ്തൗദിഉകുമുല്ലാഹല്ലദീ ലാ തളീഉ വദാഇഉഹു. സവ്വദക അല്ലാഹു തഖ്വ വഅഫറ ദംബക വയസ്സറ ലക്കൽ ഖൈറ. നിൻ്റെ ദീനിനെയും വിശ്വസ്തതയെയും അന്ത്യകർമ്മങ്ങളെയും ഞാൻ അല്ലാഹുവിൻ്റെ പക്കൽ ഏൽപ്പിക്കുന്നു. നിന്നെ ഞാൻ അല്ലാഹുവിൻ്റെ പക്കൽ സൂക്ഷിക്കാനേൽപ്പിക്കുന്നു. അല്ലാഹുവിൻ്റെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടതൊന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല. അല്ലാഹു നിനക്ക് ഭയഭക്തി നൽകുകയും നിൻ്റെ പാപം പുറത്തു തരികയും നീ എവിടെയായിരുന്നാലും നന്മയെ നിനക്ക് എളുപ്പമാക്കി തരികയും ചെയ്യട്ടെ. ആമീൻ. യാത്രയയക്കുന്നവർ യാത്രികനോട് പറയേണ്ടുന്ന പ്രാർത്ഥന. ഫി ഹിഫ്ളി ലാഹി വകനഫിഹി വറദ്ദക ഫി ഖൈരി. നീ അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലും നിയന്ത്രണത്തിലുമായിരിക്കുകയും നല്ല നിലയെ അല്ലാഹു നിന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ. ആമീൻ. വീട്ടിൽ നിന്നിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പുറപ്പെടുന്നു. അല്ലാഹുവിങ്കൽ ഞാൻ എല്ലാം ഭരമേൽപ്പിച്ചിരിക്കുന്നു.
ഉന്നതനും മഹാനുമായ അല്ലാഹുവിനു മാത്രമേ എല്ലാറ്റിനും കഴിവും പ്രാപ്തിയുമുള്ളൂ. വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന. ബിസ്മില്ലാഹി മജ്റാഹ വ മുർസാഹ ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി വൽ അർളു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയ്യാത്തുൻ ബിയമീനിഹി സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അല്ലാഹുവിൻ്റെ നാമത്തിലാണ് ഇതിൻ്റെ സഞ്ചാരവും നൃത്തവും. എൻ്റെ നാഥൻ ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. അവരല്ലാഹുവിനെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചിട്ടില്ല. അന്ത്യനാളിൽ ഭൂമി മുഴുവനും അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. ആകാശങ്ങൾ അല്ലാഹുവിൻ്റെ വലതുകൈയിൽ ചുരുട്ടിവെക്കപ്പെട്ടതുമായിരിക്കും. അവർ പങ്കുവെക്കുന്നതിൽ നിന്നും അല്ലാഹു എത്ര പരിശുദ്ധൻ.